എല്ലാ കൂട്ടുകാർക്കും അഫ്ളലുൽ ഉലമ പ്രിലിമിനറി ഫസ്റ്റ് ഇയറിൻ്റെ പ്രോസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായത്തിലേക്ക് കൃത്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഇബ്നുൽ ഹൈസമിനെ കുറിച്ചാണ്. ആരായിരുന്നു ഇബ്നുൽ ഹൈസം? ഒപ്റ്റിക് സയൻസിൽ ആധുനിക ശാസ്ത്രത്തിന് ദിശാബോധം നൽകിയത്, മനുഷ്യൻ എങ്ങനെ കാണുന്നുവെന്ന് ശാസ്ത്രലോകത്തിന് അറിവ് കൊടുത്ത ശാസ്ത്രജ്ഞനാണ് ഇബ്നുൽ ഹൈസം. അൽ ഇസ്മുൽ ഖാമിൽ, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരെന്താ? അബു അലി ഹസൻ ബിൻ ഹൈസം എന്നാണ്. അൽ ബസ്വരി, ബസ്രക്കാരനാണ് അദ്ദേഹം. ലഖബുഹു, അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേരെന്താണ്? ബത്ലിമ്യൂസ് അസാനി എന്നാണ്. ടോളമി രണ്ടാമൻ എന്നറിയപ്പെട്ട വ്യക്തിയാണ് ഇബ്നുൽ ഹൈസം. അദ്ദേഹമാണ് റായിദു ഇൽമിൽ ലൗ, പ്രകാശശാസ്ത്രത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത്. ഖിദ്മാത്തുഹു, അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ ഒന്ന് ഇൽമുൽ റിയാദിയാത്തിലുണ്ട്, മാത്സിലുണ്ട്, ഇൽമുൽ ബസറിയാത്ത് ഒപ്റ്റിക് സയൻസിലുണ്ട്, ഇൽമുൽ ഫിസിക്സിലുണ്ട്, ഇൽമുൽ ഫലക്ക് ആസ്ട്രോണമിയിലുണ്ട്, ഇൽമുൽ ഹന്തസ എൻജിനീയറിങ്ങിലുണ്ട്, ഇൽമു തിബ്ബടക്കമുണ്ട്, വൈദ്യശാസ്ത്രത്തിലടക്കം അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല അദ്ദേഹത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അൽ മുഅസ്സിസുൽ അവ്വലുൽ ഇൽമിൽ മനാദിർ, ഒപ്റ്റിക് സയൻസിലെ സ്ഥാപകൻ എന്ന് അദ്ദേഹത്തെ വിളിക്കുക. കാരണം ബയ്യന ഹഖീഖത്തി റുഇയ, മനുഷ്യൻ എങ്ങനെ കാണുന്നു, ഒരു വസ്തുവിലുള്ള ഒരു പ്രകാശം നമ്മുടെ കണ്ണിലൂടെ കടന്ന് റെറ്റിനയിൽ പതിച്ച് വീണ്ടും അത് തിരിച്ചു വരുന്നുവെന്ന ആ കാഴ്ചയുടെ യാഥാർത്ഥ്യം അദ്ദേഹമാണ് ലോകത്തിന് ആദ്യമായി വിശദീകരിച്ചത്. വലിത, അദ്ദേഹം ജനിച്ചത് ഫിൽ ബസ്ര, ബസ്രയിലാണ്, സനത്ത 965. ഇനി അദ്ദേഹം തലക്കൽ ഉലൂമ മിനൽ ബസ്ര, ഒരുപാട് ശാസ്ത്രശാഖകളിൽ അദ്ദേഹം വിജ്ഞാനം നേടിയത് ബസ്രയിലാണ്. അന്ന് ബസ്ര എന്ന് പറഞ്ഞാൽ വളരെ ഗോൾഡൻ പീരീഡാണ്, ഒരു അസ്റുൻ ദഹബിയായ കാലഘട്ടമാണ്. അതുകൊണ്ട് അവിടുന്ന് ഒരുപാട് അറിവ് കിട്ടി. ദറസ, അദ്ദേഹം പഠിച്ചിട്ടുണ്ട് കുല്ല ഫുനൂനൽ ഇൽം, വിജ്ഞാനത്തിൻ്റെ എല്ലാ ശാഖകളും ബസ്രയിൽ നിന്നാണ്. പിന്നീട് അദ്ദേഹം എങ്ങോട്ട് പോയി? ബസ്രയിൽ ജനിച്ച ഇബ്നുൽ ഹൈസം പിന്നീട് അദ്ദേഹം പോയത് ഇബ്നുൽ ഹൈസം, പിന്നീട് ഇബ്നുൽ ഹൈസം പോണത് ഇലൽ ഖാഹിറ, കെയ്റോയിലേക്കാണ് പോണത്. ആശ മുഅ്ളമ ഹയാത്തിഹി, ജീവിതം മുഴുവനും ജീവിച്ചു തീർത്തത് ഹുനാക്ക, എവിടെയാണ്? ഈ ഈജിപ്ത്, കെയ്റോയിലാണ്. വഫാത്തു, ഇയാൾ മരിച്ചത് 1039 AD. ഇനി നമ്മൾ പഠിക്കുന്നത് ആറാവുൽ ഉലമാ, പണ്ഡിതന്മാരുടെ അഭിപ്രായം. അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് വിഖ്യാതരായിട്ടുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആർണോൾഡ് എന്താ പറഞ്ഞത്? ഒപ്റ്റിക് സയൻസ് ഉന്നതി പ്രാപിച്ചത് ഇബ്നുൽ ഹൈസമിൻ്റെ വരവോടെയാണ്. ഇന്ന ഇൽമൽ ബസ്വരിയാത്ത്, കാഴ്ചശാസ്ത്രം, വസ്വല ഇലൽ ഔജി, അത് അത്യുന്നതത്തിലേക്കെത്തി, അപ്പെക്സിലേക്ക് എത്തിയത് ബിളുഹൂരി ഇബ്നുൽ ഹൈസം, ഇബ്നുൽ ഹൈസമിൻ്റെ വരവോടുകൂടിയാണ്. അപ്പോൾ ഒരു ഒപ്റ്റിക് സയൻസിന് ദിശാബോധം കൊടുത്തതാരാ? ആ ഇൽമുൽ ബസരിയാത്ത ഒരു ഔജിലേക്ക്, ഒരു അപ്പെക്സിലേക്ക് എത്തിയത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. ഇനി ജോർജ് സാർട്ടൺ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഇബ്നുൽ ഹൈസമിനെ കുറിച്ച് പറഞ്ഞത് ഇബ്നുൽ ഹൈസം എന്ന് പറയുന്നത് അഅ്ളമു ആലിമിൻ, ഏറ്റവും വലിയ പണ്ഡിതനാണ്. ലഹറ ഇൻദൽ മുസ്ലിമീന, മുസ്ലിങ്ങൾക്കിടയിൽ ഉദയം ചെയ്ത, വഇൽമി ത്വബിഅ, പ്രകൃതിശാസ്ത്രത്തിൽ ഉദയം ചെയ്ത. ഇനി ബ്രിട്ടീഷ് എൻസൈക്ലോപീഡിയ എന്താണ് നമ്മുടെ ഇബ്നുൽ ഹൈസമിനെ കുറിച്ച് പറയുന്നത് നോക്കാം. ദായിറത്തു അൽ മആരിഫ് എൻസൈക്ലോപീഡിയ അൽ ബരീത്വാനിയ, ബ്രിട്ടീഷ് എൻസൈക്ലോപീഡിയ ദായിറത്തുൽ മആരിഫ് എന്താ പറയുന്നത്? വസഫഹു, അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ബി അന്ന ഇബ്നുൽ ഹൈസം റായിദു ഇൽമിൽ ബസരിയാത്ത്, ഈസ് ദ ഫൗണ്ടർ ഓഫ് ഒപ്റ്റിക് സയൻസ്. ഫൗണ്ടറാണ്. ബാദ ബത്ലിമ്യൂസ്, ടോളമിക്ക് ശേഷം. വ അന്നഹു ഖാൻ, അദ്ദേഹമായിരുന്നു ഫലക്കിയൻ, ഗോളശാസ്ത്രജ്ഞനായിരുന്നു. വരിയാലിയൻ, ഗണിതശാസ്ത്രജ്ഞനായിരുന്നു. വ ത്വബീബ, അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു. ഇനി ഇബ്നുൽ ഹൈസമിൻ്റെ മുഅല്ലഫാത്ത്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രചന ഏതാറിയോ? കിതാബുൽ മനാദിർ. ഈ കിതാബിൽ എന്താ പറയുന്നത്? യസ്തമിലു, ഈ ഗ്രന്ഥം ഉൾക്കൊള്ളുന്നു, അല ബുഹൂസിൻ, ഒരുപാട് റിസർച്ച്. കിതാബുൽ മനാദിർ യസ്തമിലു, ഈ പുസ്തകം ഉൾക്കൊള്ളുന്നു, അല ബുഹൂസിൻ, ഒരുപാട് റിസർച്ചുകൾ, ഫിൽ ലൗഇ, ലൈറ്റിനെ കുറിച്ച്, വ തശ്രീഹിൽ ഐൻ, കണ്ണിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച്, വറുഇയ, കാഴ്ചയെക്കുറിച്ചൊക്കെ ഈ
ഒരു പുസ്തകം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇനി നമ്മൾ പഠിക്കുന്നത് അദ്ദേഹം വഫാത്തായത് എവിടെയാണെന്നാണ്. തൂഫിയ, അദ്ദേഹം വഫാത്തായത് ഫിൽ ഖാഹിറ, കെയ്റോയിലാണ്. എന്നാൽ അദ്ദേഹം വഫാത്തായത് 430 ഹിജ്റയിലാണ്. ഇനി ഐക്യരാഷ്ട്രസഭയുടെ വിദ്യാഭ്യാസ വിഭാഗമാണ് യുനെസ്കോ. യുനെസ്കോ 2015 പ്രകാശ വർഷമായിട്ട് ആചരിച്ചു. ഇത് ഇദ്ദേഹത്തിനോടുള്ള ബഹുമാനം കൊണ്ടാണ് ഒരു ലൈറ്റ് ഇയർ ആയിട്ട് 2015 ആചരിച്ചത്. ഇഹ്തഫല ആചരിച്ചു, യുനെസ്കോ ആചരിച്ചു. സന 2015 2015 സനത്തുല്ലൗ ഇദ്വലിയ ഇൻ്റർനാഷണൽ ലൈറ്റ് ഇയർ ആയിട്ട് ആചരിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? തക്രീമൽ ഇസ്മിഹി, ഇദ്ദേഹത്തിൻ്റെ പേരിനോടുള്ള ആദരസൂചകമായിട്ടാണ്. അതോടൊപ്പം തന്നെ വഫി 1999 ഉത്തലിഖ ഇസ്മുഹു, ഇദ്ദേഹത്തിൻ്റെ പേര് കൊടുത്തു അലാഹദിൽ കൗകബാത്ത്, ഒരു നക്ഷത്രക്കൂട്ടത്തിന്. അൽ മുക്തഷഫത്തി ഹദീസ, ഈ അടുത്തായിട്ട് കണ്ടെത്തിയ ഒരു നക്ഷത്രക്കൂട്ടത്തിന് എന്താ പേര് കൊടുത്തത്? ഇബ്നുൽ ഹൈസം എന്നാണ്. അപ്പോൾ ഇസ്ലാമിക ലോകത്തെ ലോകം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ശാസ്ത്രജ്ഞൻ തന്നെയായിരുന്നു നമ്മുടെ ഇബ്നുൽ ഹൈസം. ഇബ്നുൽ ഹൈസമിനെ ലോകം അംഗീകരിക്കുന്നു. ഇന്നും ഇബ്നുൽ ഹൈസമിൻ്റെ കൃതികൾ നമ്മുടെ ലോക സർവകലാശാലകളിൽ ഒരു പാഠ്യവിഷയമായിട്ട് മാറാണ്. ഒപ്റ്റിക് സയൻസിൻ്റെ പിതാവ് എന്ന് ഇദ്ദേഹത്തെ നിസ്സംശയം നമുക്ക് വിളിക്കാം. അതുകൊണ്ടാണ് ചരിത്ര പണ്ഡിതന്മാർ ഇദ്ദേഹത്തെ ടോളമി രണ്ടാമൻ എന്ന് വിളിച്ചത്. ഇദ്ദേഹമാണ് നമുക്ക് ബയ്യന റുഇയ, എങ്ങനെയാണ് മനുഷ്യൻ കാണുന്നത്, കാഴ്ചശക്തിയുടെ രഹസ്യമെന്ത് എന്ന് പറഞ്ഞു തന്നത്. ഈ ഇന്നല്ലൗ അയത്തി ലഷംസ്, വെളിച്ചം നമ്മുടെ കണ്ണിലേക്ക് വരുന്നു, സുമ്മയറുദ്ദുഹ, പിന്നെ അത് തിരിച്ച് കൊടുക്കുമ്പോഴാണ് നമ്മൾ വസ്തുക്കളെ കാണുന്നത് എന്ന ഏറ്റവും വലിയ ശാസ്ത്രീയ സത്യം. അതാണ് ഹഖീഖത്തുർ റുഇയത്ത്. അത് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള വ്യക്തി തന്നെയാണ് ഇബ്നുൽ ഹൈസം. അതുകൊണ്ട് 2015 അടക്കം അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി അൽ ഉമമുൽ മുത്തഹിദ, ഐക്യരാഷ്ട്രസഭയുടെ വിദ്യാഭ്യാസ വിഭാഗമായിട്ടുള്ള യുനെസ്കോ അദ്ദേഹത്തെ ആചരിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇസ്ലാമിക ലോകം കണ്ടിട്ടുള്ള, ഇസ്ലാമിക സമൂഹം സംഭാവന ചെയ്തിട്ടുള്ള ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റാണ് ഇബ്നുൽ ഹൈസം. അറബികളുടെ സംഭാവനയുടെ, അറബികൾ എന്താണ് ലോകത്തിന് കൊടുത്തത് എന്ന് ചോദിച്ചാൽ അത് ശാസ്ത്രമാണ്. അറബികൾ തുടങ്ങി വെച്ചതായിരുന്നു യഥാർത്ഥത്തിൽ യൂറോപ്യന്മാർ പൂർത്തിയാക്കിയത് എന്ന് നമുക്ക് ചരിത്ര പുസ്തകങ്ങൾ വായിച്ചാൽ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇബ്നുൽ ഹൈസമിൻ്റെ സംഭാവനകളെക്കുറിച്ചും ഒക്കെ, അതുപോലെ ടോളമി രണ്ടാമൻ എന്ന് എന്താ വിളിക്കാൻ കാരണം എന്നൊക്കെ നമ്മളത് പല പരീക്ഷകളിൽ ആവർത്തിച്ചു വന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്.